നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ നമഃ. ഭഗവാൻ വിഷ്ണു ചില മൂർത്തികൾ അവലംബിച്ച് അഖില ജനങ്ങൾക്കു നൽകുവോൻ അനുഗ്രഹം എന്നതിൽ ഇളാവൃതമാകിയ വർഷത്തിങ്കൽ ചന്ദ്രശേഖരൻ തന്നെ പുരുഷനായിട്ടുള്ളു. മറ്റുള്ള പുരുഷന്മാരവിടെ ചെല്ലുന്നീല. മുറ്റും പാർവതി ദേവി തന്നെ ശാപത്തിനാൽ അവിടെ പുരുഷന്മാർ ചെല്ലുകിൽ സ്ത്രീകളായിപ്പോം. അതിൻ്റെ ഹേതു ചൊല്ല. നവമസ്കന്ധത്തിങ്കൽ അവിടെ ശ്രീ പാർവതീദേവി താനാദിയായും ഉള്ള ബലാജനങ്ങളാൽ സേവ്യന മഹാദേവൻ ഹൃദയെ സംഘർഷണമൂർത്തിയെ ഭജിക്കുന്നു. ഭദ്രാശവർഷത്തിങ്കൽ ധർമ്മദേവൻ്റെ പുത്രൻ നിത്യവും ഭദ്രസ്രവമാകിയ വിഷ്ണുഭക്തൻ സേവിച്ചിടുന്നു ഹയഗ്രീവമൂർത്തിയെയല്ലോ. പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ സേവിക്കുന്നു. മുദിതാത്മന ഹരിവർഷത്തിലിരുന്നല്ലോ. സുഖമേ കാമദേവരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെ ഹേതുമാലമാം വർഷത്തിങ്കൽ നിറഞ്ഞ തേജോമയം മാനസഭക്തിപൂർവം ഇരുന്നു സേവിക്കുന്നു നിത്യവും പ്രജാപതി. തന്നെ പുത്രരോടുകൂടെ ശ്രീ ഭഗവതി മന്നവാരാത്രികളിൽ ശ്രീജനത്തോടും പകൽ പുരുഷന്മാരോടുകൂടിരുന്നു ഭജിക്കുന്നു. സഖ്യയും 366 വക. അവിടെ സുദർശന തേജസ ഗർഭമുണ്ടായ ബലാജനങ്ങൾക്കു ശ്രവിച്ചിടുന്നു നിത്യം. പിന്നെ രമ്യകത്തിൽ വൈവസ്വാതൻ മനുവരൻ നന്നായി സേവിക്കുന്നു മത്സ്യമൂർത്തിയെ ഭക്ത്യ. ആര്യമാവായ പിതൃനായകൻ ഹിരൺമയ വർഷത്തെങ്കിൽ കൂർമ്മമൂർത്തിയെ സേവിക്കുന്നു. നിത്യവും വരാഹമൂർത്തിയെ സേവിച്ചിടുന്നു. ഉത്തുംഗ ഗുരുക്കളിലിരുന്നു ഭൂമിദേവി ശ്രീരാമൻ തന്നെ സേവിച്ചിടുന്നു. ഹനുമാനും മാരുതാത്മജൻ കിംപുരുഷാഖ്യ വർഷത്തിങ്കൽ ഭക്തനാ ഹനുമാനും രാഘവൻ തന്നെ സേവിച്ച് അത്യന്തം കിംപുരുഷയുക്തനായി വർത്തിക്കുന്നു. സാവർണികാത്മജ്ഞാനമുപദേശിച്ചിടുവാന് ഭാവിച്ചു വാണിടുന്ന നാരദ മുനിശ്രേഷ്ഠൻ കേവലം നരനാരായണന്മാർ തമ്മെ സേവിച്ച് ആവിർമോദേന നിത്യം ഭാരതേ വസിക്കുന്നു. അങ്ങനെയുള്ള മഹാഭാരതവർഷത്തിങ്കൽ എങ്ങുമുണ്ടസംഖ്യമാഹാത്മ്യങ്ങൾ വളർന്നോരോ പുണ്യശൈലങ്ങൾ പുണ്യനദികൾ പലവിധം എണ്ണമില്ലവറ്റിൻ്റെ മഹിമ ചൊല്ലിടുവാന്. ഖണ്ഡങ്ങളെല്ലാറ്റിലും ഉത്തമം ഭാരതമാം ഖണ്ഡമെന്നതും സർവലോകസമ്മതമല്ലോ. അവിടെ ജനിക്കുന്ന പുരുഷന്മാർക്കേ മോക്ഷം വഴിയെ സാധിക്കാവൂ യജ്ഞകർമ്മങ്ങൾ കൊണ്ടേ. 9 ഖണ്ഡങ്ങളായിങ്ങനെയിരിക്കുന്ന ജംബുദ്വീപത്തെ ചുറ്റിലാ ലവണാംബുദിയുള്ളു. വിസ്താരമതു 1,00,000 യോജനയാകുന്നിതും. അത്യന്തം അതു ചുറ്റിയിരിക്കും ലക്ഷദ്വീപം. വിസ്താരമഹോ 2,00,000 യോജനയുണ്ടാം. തത്രേ പൊന്മയമായോര അത്തിയുണ്ടല്ലോ നിൽപ്പു. ചിത്രമായി 100,000 യോജന ഉയർന്നുകൊണ്ട്
എത്രയും ശോഭിച്ചതിമുഖ്യമാം പ്രഭയോടും അതിനാൽ പ്രക്ഷദീപെന്നതിനു പേരായി വന്നിതവിടേക്കധിപതിയായി അഭിഷേകം ചെയ്താൻ മകനാമിത്മജിഹോൻ തന്നെ പ്രിയവൃതൻ സുഖമായാത്മതുല്യമവനം ചെയ്താനവൻ ഇത്മജിഹ്വനും മക്കളേഴുപേരാകുന്നിതു പ്ലക്ഷദീപേഴാം പകുത്തവനു കൊടുത്താൽ പോലെ ശിവയും യവയസും സുഭദ്രം ശാന്തം ക്ഷേമം ശിവദാമമൃതവും അവയമിവ നാമങ്ങളിവ തന്നെ അധിപന്മാർക്കുമെല്ലാം അതാ പുല്ലിംഗങ്ങളായി പറകുന്നതേയുള്ളൂ അവിടെ ഖണ്ഡങ്ങൾ തന്നവധിക്കെല്ലാം ഓരോരോ ചിലവരന്മാരുണ്ട് ഉണ്ടതിരായറിഞ്ഞാലും സവിതേ നദികളുമുണ്ടോരൊന്നു എല്ലാറ്റിനും അവനീപതേ പാർത്താലധികം അത്ഭുതം മണികുടവും വജ്രകുടവും ഇന്ദ്രസേനം മഹിമ വളർന്നേഴും ജ്യോതിഷ്മാൻ സുവർണവും ഹിരണ്യേഷ്ടീവം മേഘമാലയും ഇവ വേരായി ഇരിക്കും സേതു ശൈലവരങ്ങളേഴാകുന്നു അരുണാരമണിയാങ്കിയും അങ്കിരസിയും അരജാസാവത്രി സുപ്രഭാതയതൃതംബര പിന്നേതും സത്യാംബര നദികൾ ഇവ ഏഴാകുന്നതും സേതുശൈലനന്ദിനികളായെങ്ങും വർണ്ണങ്ങൾ നാലാകുന്നു ഹംസമാർ പതങ്കന്മാര് അന്യോകമൂർധ്വായന സത്യാംഗൻ മാരെന്നെല്ലാം 1000 സംവത്സരമായുസ്സുകൊണ്ട് എല്ലാവർക്കും ആത്മാവാദിത്യനെ സേവിച്ചുമേ വീടുന്നു സൂര്യനായതും നാരായണൻ താൻ തന്നെ നൂനം ആര്യനാ മഹാവിഷ്ണുതാനല്ലോ ജഗത്തെല്ലാം ചിൽപ്പുമാനുടെ മഹാമായകൾ ഇത്യാദികൾ അപ്പോലെ തന്നെ പിന്നെ ദ്വീപുകൾ 5 വർഷത്തിൻ സൗഖ്യങ്ങളും പുരുഷഗുണങ്ങളും പരമായുസ്സും ഭേദമില്ലടോ ധരാവതേ പ്ലക്ഷദ്വീപിനെ ചുറ്റി ശർക്കരാമ്പുതിയുള്ളൂ വിസ്താരമതു 2 ലക്ഷം യോജന തന്നെ അതിൻ്റെ പുറമല്ലോ ശാൽമലദീപം പുനരതു വിസ്താരം 4 ലക്ഷം യോജനയാകും അവിടെ 100,000 യോജന ഉയർന്നുണ്ടിരില്ല അവിടെ 100,000 യോജന ഉയർന്നുണ്ടോരിലവ മായ മരം തെരുടനിരിപ്പാനായി അതിനാലാദീപിന്നു ഷാൽമലയെന്നു പേരായി അതും മാദീപിന്ന് അധിപതിയാം യജ്ഞബാഹു തന്നെ പുത്രന്മാർക്കു പകുത്തു കൊടുത്താൻ പോലെ എന്നതു സുരോചന സൗമനസ്യവും ചെമ്മേ കേട്ടാലും രമണകം ദേവവർഷവും അതി ശ്രേഷ്ഠമാഭാരിപത്രമാറാമതാപ്യായനം 7ാമത വിജ്ഞാതമിങ്ങനെ വർഷനാമം 7 അധിപതികൾക്കു പുല്ലിംഗമായും ചൊല്ലാം സ്വരസം ശതശൃംഗം വാമദേവവും കുന്തം പെരിയ മുകുന്ദവും പുഷ്പവർഷവും പിന്നെ സഹസ്രശ്രുതിയെന്നും
പർവ്വതങ്ങൾക്കു നാമം. മഹത്വമേറും അനുമതിയും സിനിവാലി, പിന്നേതും സരസ്വതി ഗുഹുവും രജനിയും നന്ദയും രാഗ നദികൾക്കു പേരിവയെല്ലാം. വർണ്ണങ്ങൾ ശ്രുതധരന്മാർ വിര്യാധരന്മാരും പിന്നെ കേൾവസുന്ദരൻ വസുന്ധരമാരീ അധരന്മാരും വസുന്ധരന്മാരീ ഈ മധരന്മാരും അവരെല്ലാരും ഭേദം കൊണ്ടു സോമനെ സേവിച്ച് അവനീപതേ പരിവർത്തിച്ചിടുന്നു നിത്യം. ശാൽമലദീപമതു ചുരന്നു പരന്നേഴും ചൊല്ലേഴും സുരാബുധി വിസ്താരം 4 ലക്ഷം യോജനയതിൻ പുറമായതു കുശദീപം. യോജന ലക്ഷമതുമിട്ടുണ്ടു വരപ്പെടൂ. അവിടെയൊരു കുശസ്തംഭമുണ്ടഗ്നി പോലെ, അതിൻ്റെ തേജസ്സു കൊണ്ടാദിക്കു വിളങ്ങുന്നു. അതിനാൽ കുശദീപം അതിന്നു പേരായി വന്നു. മതിമാനായ ഭവാൻ അകമേ ധരിച്ചാലും അവിടേക്കധിപതി ഹിരണ്യരേതാവു കേളവനും 7 വകുത്തേഴു പുത്രർക്കു നൽകി പേരുകൾ വസുവസൂദാനവം ദൃഢരൂപി. പാരേഴും നാഭിഗുപ്തമങ്ങേതും സുത്യാവൃതം വിവിക്തം വാമദേവമെന്നിവ വർഷങ്ങൾ പോൽ. ചതുഷ്ശൃംഗവും ചക്രം കപില ചിത്രകൂടം ദേവാനികാവും ഊർധ്വരോമാവും ദ്രവീണവും കേവലം സേതുശൈലമേഴുതെന്ന് അറിഞ്ഞാലും രസകുല്യയും മധുകുല്യയും മിത്രവിന്ദ ശ്രുതവിന്ദയും വേദഗർഭയും കൃതാച്യുത മന്ത്രമാലയും ഇവ നദികൾ 7 സന്തതം കുശലന്മാർ ഗോവിദാന്മാരും പിന്നെ അഭിക്തന്മാർ കുശലമാരെന്നിവ 4 അഭിധാനങ്ങൾ വർണ്ണങ്ങൾക്കുമെന്ന് അറിഞ്ഞാലും കർമ്മകൗശലങ്ങൾ കൊണ്ടവരും അഗ്നിമയ ധർമ്മദേവനെ തന്നെ യജിച്ചു ഭജിക്കുന്നു. അടുത്ത ഭാഗം നാളെ.